നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 25, 2025 ചൊവ്വ. അങ്ങനെ തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇൻട്രാഡേ ബേസിസിൽ ഇന്ന് നിഫ്റ്റിക്ക് വീണ്ടും 26,000 എന്ന ലെവൽ മറികടക്കുവാൻ സാധിച്ചെങ്കിലും അവ നിലനിർത്തുവാനുമായില്ല. ഇന്നും തുടർച്ചയായി ഇന്ത്യൻ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. തുടർന്ന് നിഫ്റ്റിക്ക് 26,000 എന്ന കീ ലെവൽ ഭേദിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് 26,032 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. എന്നാൽ ഉച്ചതിരിഞ്ഞുണ്ടായ ഫോളിനെ തുടർന്ന് നിഫ്റ്റിയുടെ ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയയായ, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ലോയായ 25,850 തൊട്ടുമുകളിലായിട്ട് സപ്പോർട്ട് എടുക്കുവാനും സാധിച്ചു. തൽഫലമായി 74 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,844 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 313 പോയിന്റുകളുടെ നഷ്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 15 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ മെറ്റൽ, ഫാർമ, PSU ബാങ്ക്, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസ്, IT, മീഡിയ തുടങ്ങിയ മേഖലകൾക്ക് 0.5% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ അതേസമയം ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്ക് തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുവാനും സാധിച്ചു. തൽഫലമായി BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, SBI, ഭാരത് ഇലക്ട്രോണിക്സ്, ശ്രീറാം ഫൈനാൻസ്, HDFC ലൈഫ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ അദാനി എന്റർപ്രൈസസ്, TMPV, ഇൻഫോസിസ്, HDFC ബാങ്ക്, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായത്. തൽഫലമായി ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഒരു പൈസയുടെ നേട്ടത്തോടുകൂടി 89.22 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഇന്ന് NSEയിലെ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സുകളുടെയൊക്കെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു നവംബർ മാസത്തെ, ലൈക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് ഹൈലി വോൾട്ടൈലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മന്ത്ലി എക്സ്പയറിയും നമ്മുടെ മാർക്കറ്റിനെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കുകയുണ്ടായി. ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്ക് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഡിസംബറിലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ച് ഡോവിഷായ കമന്റ് വന്നതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റുകളിൽ ഉണർവ് രേഖപ്പെടുത്തുകയുണ്ടായി. തൽഫലമായി ഇന്നലെ S&P 500-നും നാസ്ഡാക്കിനും അതിശക്തമായ നേട്ടവും കൈവരിക്കുവാനായി. മാത്രമല്ല ഇന്നലത്തെ സിംഗിൾ ട്രേഡിംഗ് സെഷന് കൊണ്ട് US-ലെ ടെക് സ്റ്റോക്കുകളൊക്കെ വീണ്ടും അതിശക്തമായ റാലി രേഖപ്പെടുത്തുകയുമുണ്ടായി, NVIDIA ഉൾപ്പെടെ. എന്നാൽ AI സ്റ്റോക്കുകളിൽ ഇന്നലെ ഉടലെടുത്ത റാലിയെ നിക്ഷേപകരിൽ ആശങ്ക വീണ്ടും ഉടലെടുക്കുവാൻ കാരണമായി മാറുകയുണ്ടായി. കാരണം നിലവിൽ നിക്ഷേപകരുടെ ഭാഗത്ത് നിന്നും AI സ്റ്റോക്കുകളിൽ തുടർന്നു പോകുന്ന വാല്യുവേഷൻസിലുള്ള ബബിൾസ് തന്നെയാണ്. അതിനെ തുടർന്ന് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലും മിക്സഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാൻ സാധിക്കുകയുണ്ടായത്. ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലുണ്ടായ മിക്സഡ് സെന്റിമെന്റ്സും നമ്മുടെ മാർക്കറ്റിനെ സാരമായി തന്നെ ബാധിച്ചു. തൽഫലമായി ഇന്നലെ എല്ലാ സെക്ടേഴ്സും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ച നിഫ്റ്റി ITക്ക് ഇന്ന് 211 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്നലെ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിനെ ഞെട്ടിച്ചുകൊണ്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും വീണ്ടും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ സെല്ലിംഗ് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായത്. 4,171 കോടി രൂപയ്ക്ക്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ സെല്ലിംഗ് കുറച്ചുകൊണ്ട് ബൈയിങ്ങിലേക്ക് മാറുകയും സെല്ല് ചെയ്യുന്ന എമൗണ്ടിന് കുറവ് വരുത്തുകയുമുണ്ടായി. എന്നാൽ ഈ ആഴ്ചയുടെ തുടക്കമായിരുന്ന ഇന്നലെ അവരുടെ ഭാഗത്ത് നിന്നും വീണ്ടും സെല്ലിംഗ് സർപ്രൈസിംഗിലി വർദ്ധിപ്പിച്ചത് അത് മാർക്കറ്റിനും നിക്ഷേപകർക്കും ഉൾക്കൊള്ളുവാനുമായില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന ഹ്യൂജ് സെല്ലിങ്ങും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു പ്രധാന കാരണമായി മാറി. ഈ മാസം മാത്രം 10 ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയിൽ ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഇന്നത്തോടുകൂടി 9 തവണയും പ്രോഫിറ്റ് ബുക്കിംഗ് വളരെ പ്രകടമായിരുന്നു. ഇന്നും നിഫ്റ്റിക്ക് 26,000 എന്ന കീ ലെവൽ മറികടക്കുവാൻ സാധിക്കുകയുണ്ടായി. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇപ്പൊ നഷ്ടപ്പെട്ടെങ്കിൽ കൂടിയിട്ടും. എന്നാൽ വീണ്ടും നിഫ്റ്റി ശക്തിയാർജിക്കുമ്പോഴൊക്കെ ഹയർ ലെവൽസിലുള്ള സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ മാർക്കറ്റിൽ നിലനിൽക്കുന്ന ട്രെൻഡ് സെൽ ഓൺ റൈസ് എന്ന സ്ട്രാറ്റജി തന്നെയാണ്. മാർക്കറ്റ് ഉയരാൻ ശ്രമിക്കുമ്പോഴൊക്കെ അനുഭവപ്പെടുന്ന സെല്ലിംഗ് പ്രഷറും നമ്മുടെ മാർക്കറ്റിനെ ദോഷമായി തന്നെ ബാധിക്കുകയുണ്ടായി. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന്റെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായത്. എങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ച 12% ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് ഇന്നലെ നേരിയ തോതിലാണ് ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായതെങ്കിൽ ഇന്ന് 7.5% ക്ലോസിംഗ് ബേസിസിൽ മാത്രം
ഇടിവ് രേഖപ്പെടുത്തി. തൽഫലമായി ഇന്ത്യ വിക്സും 12.24 എന്ന ലെവലിലേക്ക് കൂൾ ഓഫ് ആവുകയുമുണ്ടായി. അതുകൂടാതെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചതും നമ്മുടെ മാർക്കറ്റിനെ വലിയൊരു ഫോളിൽ നിന്നും തടഞ്ഞു നിർത്തുക തന്നെ ഉണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിൽ നിന്നും ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം 7 മണിയോടുകൂടി വരാനിരിക്കുന്ന PPI ഡേറ്റയ്ക്ക് മുന്നോടിയായിട്ട് നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 43 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ 3 മാർക്കറ്റുകളും നേരിയ നഷ്ടത്തിൽ തന്നെയാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ മിക്സഡ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. ജപ്പാൻ, സിംഗപ്പൂർ, തായ്ലാന്റ്, ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാക്കി മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നിലവിൽ നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നത്, 0.25%. ഗോൾഡിന്റെ വില $4,130 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സ്പന്ദന സ്ഫൂർത്തി HDFC ബാങ്ക് മുൻ എക്സിക്യൂട്ടീവ് ആയിരുന്ന വെങ്കടേഷ് കൃഷ്ണനെ കമ്പനിയുടെ CEO ആയിട്ട് നിയമിക്കുകയുണ്ടായി. KP ഗ്രീൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ചെന്നൈ മെട്രോയ്ക്കായി ആദ്യ റെയിൽവേ ഓവർ ബ്രിഡ്ജ് പൂർത്തിയാക്കി അയക്കുകയുണ്ടായി. ക്രയോജനിക് OGS 97.7 ലക്ഷത്തിന്റെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഓറിയന്റൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ സബ്സിഡറിക്ക് 2.93 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. സെർവോടെക് റിന്യൂവബിൾ പവർ പുതിയ EV ചാർജിംഗ് ടെക്നോളജിക്ക് കമ്പനിക്ക് പേറ്റന്റ് ലഭിക്കുകയുണ്ടായി. BL കാഷപ്പ് ആൻഡ് സൺസ് 254 കോടി രൂപയുടെ പുതിയ കൺസ്ട്രക്ഷൻ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.